പുതിയൊരു പടം കണ്ടു. അതിജീവിതയുടെ കേസിന്റെ വിധിയൊക്കെ വന്നിരിക്കുന്ന സമയമാണല്ലോ. ഈ പടം കാണണം, കലാകാരന്മാർ കുറേ ആൾക്കാർ അണിനിരക്കുന്ന പടമല്ലേ എന്നുള്ളത് ഒരു ഭാഗത്തില് കാണാൻ പാടില്ലെന്നും അതിജീവിതയുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നു. അപ്പം എനിക്ക് പേഴ്സണലി ഞാനും അതിജീവിതയുടെ ഒപ്പമാണെങ്കിൽ കൂടിയും സിനിമയെ നമ്മൾ ഒരിക്കലും ഇത് പറയണ്ട. ഒരുപാട് കലാകാരന്മാരുടെ ഇതാണ്, കലാകാരന്മാർ അല്ലയോ. എനിക്ക് പേഴ്സണലി സിനിമ ആണെന്നാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഞാൻ എന്ത് വന്നാലും ഒരു സിനിമ വന്നാൽ എനിക്കതിൻ്റെ ട്രെയിലറോ കാര്യങ്ങളോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് കാണണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സിനിമ പോകും. അത് ആരായാലും എന്തായാലും എൻ്റെ കയ്യിൽ ഇല്ല പൈസ വെച്ചിട്ട്. ഇനി എനിക്ക് എൻ്റെയും ആകെ നാളത്തേക്കില്ല ചിലവിനും കൂടിയിട്ടുള്ള പൈസ ആകാതെ ഇല്ലെങ്കിൽ കൂടിയും എനിക്ക് സിനിമ കാണണം തോന്നിയാൽ ഞാൻ സിനിമക്ക് പോയിരിക്കും. ഇമാതിരി തോൽവി പടം എൻ്റെ മോനെ. കാരണം തമിഴിലും തെലുങ്കിലൊക്കെ ഇതിനെക്കാട്ടിയും വൃത്തിയിൽ പടം എടുത്തു വെക്കുന്നുണ്ട്. ഈ പടത്തിൽ തന്നെ വിനീത് ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതെന്താണ് തെലുങ്ക് പടം. എനിക്കില്ലേ കേട്ട് നാണക്കേട് തോന്നി. കാരണം വെച്ചാൽ തെലുങ്കന്മാർ വരെ ഇതിനെക്കാട്ടിയും വൃത്തിയിൽ പടം എടുത്ത് വെച്ചിട്ടുണ്ട്, അവരെ ക്വാളിറ്റി കുറഞ്ഞ പടങ്ങൾ പോലും. കാരണം അത്രയും ലോജിക്കില്ലായ്മ ഈ സിനിമയുടെ. ആൾക്കാർ തന്നെ സിനിമക്ക് തന്നെ ടാഗ് ലൈൻ ഇട്ടിട്ടുണ്ട്, നോ ലോജിക്ക് ഓൺലി മാഡ്നസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിനൊക്കെ എങ്ങനെയാണ് ചിരിക്കാൻ തോന്നുന്നത്, എവിടെയാണ് ഇതിൽ എനിക്ക് അതിൽ കൃത്യമായിട്ട് കിട്ടിയൊരു സാധനം, അല്ലെങ്കിൽ നല്ല രീതിയിൽ തമാശയായിട്ട് തോന്നിയ ഒരു സാധനം എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തമ്മിലൊരു ഇതുണ്ട്. അത് എനിക്ക് കുറച്ചും കൂടി തോന്നി. കാരണം ഇത് നല്ല സംഭവമായിരുന്നു. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എന്തിനാണ് ചെയ്തത്? ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് രമണിയെ തട്ടിക്കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, കറന്നു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് ഞാൻ സിനിമ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ചിന്തിക്കൂല. വീട്ടിലത്തെ നാട്ടിലത്തെ ഒരു കാര്യം ചിന്തിക്കൂല. അല്ലെങ്കിൽ സിനിമയിൽ അടുത്തത് ആര് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിലപ്പം പോസ്റ്ററിലോ ട്രെയിലറിലോ എന്തോ ഒന്ന് കാണിച്ചിട്ട് അത് കാണാൻ, അല്ലെങ്കിൽ ഒരു പാട്ടുണ്ടാവും, ആ പാട്ടുകൾ അല്ലെങ്കിൽ അത് വരുന്നുണ്ടോ, അത് വന്നിട്ടില്ല ഒന്നും ഞാൻ ചിലപ്പോൾ ആ സിനിമ കാണുമ്പോൾ ചിന്തിക്കൂല. ഞാൻ ചിലപ്പം നോട്ടീസ് ചെയ്ത് വെച്ച സാധനമായിരിക്കും, പക്ഷെ അതൊന്നും ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ഈ സിനിമ എന്താണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് ആ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പോയത്. പക്ഷെ എനിക്കിപ്പം അത് സോഷ്യൽ മീഡിയ കാണുമ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്, ഇതിങ്ങനെ ആയിരുന്നോ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ വളരെ മോശം എന്നേ പറയാനുള്ളൂ. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സാധനം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതിലെ കൂടി. സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അതുമാത്രമല്ല, സിനിമയിൽ ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലാത്തതായിരുന്നു. പക്ഷെ ആ ഒരു സാധനം കാണിച്ചതിനെ കൊണ്ട് എന്താണ് സിനിമയിൽ ഉദ്ദേശിച്ചത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. സിനിമക്ക് വേണ്ടിയിട്ട് ചെയ്താണോ? ഒരുപാട് ആൾക്കാർ പല സിനിമകളും ഇറങ്ങുമ്പോൾ ഇപ്പം ഹലാലൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാരായിരുന്നു സിനിമയിൽ നിന്ന് ബീഫിൻ്റെ അങ്ങനത്തെ എല്ലാം നിരോധിക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനത്തെ സാധനത്തിനെതിരെ ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അവർക്കൊന്നും ഇനിയിപ്പം സോഷ്യൽ മീഡിയയിൽ കത്തിക്കുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ സിനിമേനെ പടിയടച്ച് പിണ്ടാകുമ്പോൾ പരിപാടി ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഈ സാധനം വളരെ മോശമായിരുന്നു. പറയേണ്ട ഒരുപാട് മോശങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു പോലീസുകാർ വലിയ കാർ റേസ് 10-31 വണ്ടി ബാക്കിൽ പോയിട്ട് അവസാനം DJ വെച്ചിട്ട് അടിയലുണ്ടാകുന്ന സംഭവമുണ്ട്. എൻ്റെ അമ്മേ, അത് എന്തിനാണ് നമുക്കൊരു പിടിപാട് കിട്ടിയില്ല. പറയേണ്ടത് ഫസ്റ്റ് ഹാഫ് ഫുള്ള് ദിലീപിനെ ഭയങ്കര സംഭവമാക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കത് വലിയ സംഭവം ഒന്നായിട്ട് തോന്നിയില്ല. കാരണം എനിക്കിങ്ങനെ എന്തിനാന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാം മുമ്പ് തന്നെ ഡാൻസെല്ലാം കളിക്കുന്നുണ്ട്. എന്ത് തേങ്ങാന്നുമ്മ. സോന പാട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡാൻസ് കളിക്കും. അത് പക്ഷേ ഈ സിനിമയുടെ ഒരു വിജയമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത് കാരണം അത് സോന പാട്ട് വെച്ച് കഴിഞ്ഞാൽ കലാമണിയുടെ പാട്ടാന്ന് എല്ലാവരും ഡാൻസ് കളിക്കും. അല്ലാണ്ട് ഈ സിനിമക്ക് പ്രത്യേകിച്ച് നമ്മളെ CID മൂസത്തെ കാറ് കൊണ്ടുവന്നു. ഒരുപാട് സിനിമകളെ റിലേറ്റ് ചെയ്തും നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് നമ്മൾ ലാലേട്ടനുണ്ടതിൽ ട്രെയിലറിൽ തന്നെ പറഞ്ഞല്ലോ, പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് എന്തിനാണ് എൻ്റെ പൊന്നു ലാലേട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ്, എന്തിനാണ് ഇതിലെ വന്നിട്ട് അഭിനയിച്ചതെന്ന് എനിക്ക് ഇതൊരു മനസ്സില്ല. കുറച്ചും കൂടി ഒരു നല്ല പടങ്ങളിൽ
പിന്നെ ലാലേട്ടൻ പറഞ്ഞ ലാലേട്ടൻ എല്ലാത്തിനും മുമ്പ് അഭിനയിക്കും. എനിക്കൊന്ന് പുള്ളി ഇങ്ങനത്തെയൊക്കെ സംഭവം വരുന്നത് കൊണ്ടായിരിക്കണം പുള്ളി അമ്മയെന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് പോയതെന്നുള്ളത്. കാരണം ഇതൊക്കെ എനിക്ക് ചെയ്യണം, കാരണം നാളെ ഇതിൻ്റെ പേരിൽ എന്നെ ക്രോശിക്കരുത് എന്നുള്ളത് കൊണ്ടായിരിക്കാം പുള്ളി രാജിവെച്ചത്. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ദിലീപിനെ വെച്ചാൽ അഭിനയിക്കാൻ പാടില്ല ഒന്നും എനക്കില്ല കേട്ടോ, ഞാൻ പേഴ്സണലി പറയുന്നത്. കാരണം ഒരാൾ ദിലീപ് എന്നല്ല ആരായാലും പിന്നെ അയാൾക്ക് എന്തെങ്കിലും കേസ് വന്നെങ്കിൽ അയാൾ വെച്ച് അഭിനയിക്കേണ്ടത്. കാരണം ഇത് വേറെന്തൊക്കെയോ കാര്യങ്ങൾ സിനിമേൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഒരുപാട് ആൾക്കാരുടെ അന്നമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. മോഹൻലാലിന് ഇപ്പോൾ അയാളും മോഹൻലാൽ അഭിനയിച്ചിട്ട് വേറൊരാൾ അഭിനയിക്കും, അങ്ങനെ ഇല്ലു അഭിനയിച്ചോളൂ. പക്ഷെ ഇങ്ങനത്തെ സിനിമക്കൊക്കെ തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സിനിമയുടെ ഡയറക്ടർ എൻ്റെ പുള്ളിക്കാരൻ എന്താണുമാ ഇത്രയും നല്ല ക്വാളിറ്റി ആക്ടേഴ്സിനെ കിട്ടിയിട്ട് ഒരു ശകലം പോലും നല്ല വൃത്തിയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ സാധനം ഓക്കെ. പക്ഷെ അതൊരു ഭയങ്കര എന്തെന്ന് ട്വിസ്റ്റിലെ ക്ലൈമാക്സ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇത് പടം ഇവരെന്നെ പറയുന്നുണ്ട് ഭ്രാന്തന്മാർ മാത്രം കണ്ടാൽ മതി. പക്ഷെ എനിക്ക് വന്ന് ഞാൻ കുറച്ച് ഭ്രാന്തിൻ്റെ കൂട്ടത്തിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് വരെ താങ്ങുന്നില്ലെങ്കിൽ ഇത് കണ്ടിട്ട് ആസ്വദിക്കുന്ന ഭ്രാന്തന്മാർ എങ്ങനത്തെ ഭ്രാന്തന്മാരായിരിക്കും എനിക്ക് തിരിയുന്നില്ല. ഇനി എന്തായാലും ഈ സിനിമ നിങ്ങൾ കാണണ്ടെന്ന് ഞാൻ പറയും, ആരും കാണണ്ട. എന്തിനാ വെറുതെ 150 രൂപ കളയും? 150 രൂപ കളയണം. എനിക്ക് 150 രൂപ പോയാലും പ്രശ്നമില്ല എന്ന് പറയുന്ന ടീമില്ലേ. തിയേറ്ററിൽ പോയി കുറച്ച് ഭ്രാന്താവാന്ന്. അഴിഞ്ഞാട്ടം എന്നില്ല പാട്ട്, എൻ്റെ പാട്ട് ഞാൻ കണ്ടേരനെ വെച്ച് മോഹൻലാലിന് ഇതിൻ്റെ അപ്പുറം കൊല്ലാൻ പറഞ്ഞൊരു പാട്ട് വരാനില്ല. മോഹൻലാലിനെല്ലാം കൊടുക്കുന്നത് ഇതിനിടയിൽ ആരോ പിന്നെ അതിന് മുമ്പ് ഒരു മമ്മൂട്ടിനെ കുറിച്ച് ആരോ പാട്ട് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഞാൻ ഇൻസ്റ്റയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി വേദാന്ന് തോന്നുന്നു. ഒരു സിനിമയിൽ കൊടുക്കുന്ന പാട്ടോക്കറ ഇതിനെക്കാട്ടി എത്രയോ നല്ല പുതിയ പിള്ളേർ റാപ്പ് സോങ്സുകളിൽ എഴുതുന്നുണ്ട്. ഷാൻ റഹ്മാനെ പിന്നെ പറയാനില്ല, വെറും പറയാനില്ല, എന്തെങ്കിലും ആക്കി